പുരുഷനായി ജനിച്ച ട്രാൻസ്ജെൻഡർ സ്ത്രീകൾ അവർ ഹോർമോൺ തെറാപ്പി എടുത്താലും ടെസ്റ്റോസ്റ്ററോൺ അളവ് കുറച്ചാലും പുരുഷ ശരീരത്തിന് പ്രായപൂർത്തിയാകുമ്പോൾ കിട്ടുന്ന ചില ശാരീരിക മുൻതൂക്കങ്ങളുണ്ടല്ലോ. എല്ലുകളുടെ ഘടന, ശക്തി. അതെ, ശക്തി, വേഗത, എല്ലുകളുടെ ആ ഒരു ഘടന, ഇതൊന്നും പൂർണ്ണമായിട്ട് ഇല്ലാതാവുന്നില്ല എന്നാണ് ഈ ലേഖനം പറയുന്നത്. ഇതിനെന്തെങ്കിലും ശാസ്ത്രീയ പിന്തുണയോ ഉദാഹരണങ്ങളോ ഈ ലേഖനത്തിൽ കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. 2020 സ്പോർട്സ് മെഡിസിൻ എന്നൊരു ജേണലിൽ വന്ന പഠനം ഇതിൽ ഉദ്ധരിക്കുന്നുണ്ട്. ടെസ്റ്റോസ്റ്ററോൺ കുറച്ചാലും ഈ പറഞ്ഞ ശാരീരിക മേൽക്കൈ അതൊരു പരിധിവരെ നിലനിൽക്കുമെന്നാണ് ആ പഠനം പറയുന്നത്. ഓക്കെ, ഉദാഹരണങ്ങൾ വല്ലതും? ഉദാഹരണങ്ങളായിട്ട് ലിയ തോമസ്, നീന്തൽ താരം, പിന്നെ ലോറൽ ഹബ്ബാർഡ്, ഭാരോദ്വനത്തിൽ, അതുപോലെ റേച്ചൽ മക്കിന്നൻ, സൈക്ലിങ്ങിൽ. ഇവരുടെയൊക്കെ വിജയങ്ങൾ അത് മറ്റ് സ്ത്രീ കായിക താരങ്ങൾക്കിടയിൽ ഈ മത്സരത്തിലെ തുല്യതയെക്കുറിച്ചും അവസരങ്ങളെക്കുറിച്ചുമൊക്കെ ചില ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് എന്ന് ഈ ലേഖനം ചൂണ്ടിക്കാട്ടുന്നു.